ഹായ് ഓൾ. നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ആട് മാഞ്ചിയം പോലെയൊക്കെ നടക്കുന്ന ഒരു വലിയ തട്ടിപ്പാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് പണിയെടുക്കാനുള്ള ഒരു ഊർജ്ജമാണ് തരുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടാവണം, ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കാനുള്ള മനസ്സ് വേണം. ഇത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങളും കാര്യങ്ങളും ഒന്നും മാറത്തില്ല. അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമ്മുടെ രോഗങ്ങളൊക്കെ മാറത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, എൻ്റെ മൂക്കിനൊരു പാടുണ്ട്. ആ മൂക്കിൻ്റെ പാട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ നിരന്തരം ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മൂക്കിലെ പാടൊന്നും മാറത്തില്ല. പകരം ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൃത്യമായിട്ട് അതിന് പറ്റുന്ന ഡോക്ടേഴ്സിനെ കൂടെ അന്വേഷിച്ച് കണ്ടെത്തി അതിന് വേണ്ട സർജറിയും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ അത് മാറത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ പണി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നല്ലോണം പണിയെടുത്താൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് പൈസയൊക്കെ ഇങ്ങനെ കുവിഞ്ഞു കൊടുത്തുള്ളൂ. അല്ലാതെ പണിയെടുക്കാതെ വെറുതെ പൈസ ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയൊന്നുമല്ല ഇത്. നമ്മൾ പ്രോപ്പറായിട്ട് സ്വപ്നം കാണുക, അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാകുക, അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ ഈ പറയുന്ന മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അയാൾ ഇത് മാത്രം ചെയ്തുകൊണ്ടല്ല ഇരിക്കുന്നത്. അയാൾ നല്ല പ്രോപ്പറായിട്ട് അയാൾ പ്രാക്ടീസ് ചെയ്ത് ആണ് അയാൾ വിജയത്തിലോട്ട് എത്തുന്നത്. അല്ലാതെ ഇതുകൊണ്ട് മാത്രമല്ല ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ അവരെയൊന്നും നന്നാക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ചില കർമ്മഫലങ്ങൾ കൂടിയുണ്ട്, അത് നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് നമുക്ക് നമ്മളുടെ ചിന്തകളെ മാറ്റാൻ പറ്റും. നമുക്ക് നമ്മുടെ ചിന്തകളെ പ്രോപ്പറായിട്ടുള്ള രീതിയിലൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ ഫുൾ ടൈം പോസിറ്റീവായിട്ടിരിക്കുന്നല്ല. 24 മണിക്കൂറും ആർക്കും പോസിറ്റീവായിട്ടൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ 24 മണിക്കൂറും പോസിറ്റീവായിട്ടിരിക്കണം എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത് ടോക്സിക് പോസിറ്റിവിറ്റിയാണ്. 24 മണിക്കൂറൊന്നും ആർക്കും അങ്ങനെ പോസിറ്റീവായിട്ടൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. അതിനെ നമ്മൾ ഒരിക്കലും നിരാകരിക്കാൻ പാടില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള വാലിഡേഷൻ കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്കതിനെ ലെറ്റിംഗ് ഗോ ചെയ്യാം. അങ്ങനെയാണ് അത് വേണ്ടത്. എന്നെ മാനിഫെസ്റ്റേഷൻ പഠിപ്പിച്ച സാറുണ്ട്. സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക രോഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗുളിക കഴിക്കാതിരിക്കാൻ പാടില്ല. ഇപ്പോൾ ഗുളിക കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഗുളിക കഴിക്കുന്നത് നിർത്തിയിട്ട് മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. അതൊരിക്കലും ഒരു ശരിയായ രീതിയല്ല. അത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു ബ്ലെയിം ഗെയിമും അല്ല.